കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. വേനലവധിക്ക് ശേഷം പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ സ്കൂളിൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനായി യോഗം ചേർന്നു. മട്ടന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. മട്ടന്നൂർ നഗരസഭയിലെ മുഴുവൻ വിദ്യാലയങ്ങളിലെയും പ്രധാന അധ്യാപകർ, മാനേജർമാർ, PTA പ്രസിഡന്റുമാർ എന്നിവരെ പങ്കെടുപ്പിച്ചായിരുന്നു യോഗം. സ്കൂൾ കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്രവൃത്തി, സ്കൂൾ കെട്ടിടം, സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, കിണർ വെള്ളം പരിശോധന, സ്കൂൾ പരിസരം ശുചീകരണം എന്നിവ നടത്തണമെന്ന് നഗരസഭാ ചെയർമാൻ N. ഷാജിദ് പറഞ്ഞു. 2 മാസം സ്കൂളുകൾ അടച്ചിട്ടതിനാൽ ഇഴജന്തുക്കൾ ഉൾപ്പെടെയുള്ളവയുടെ ശല്യമുണ്ടാകുന്നതിനാൽ പരിശോധന കർശനമാക്കണം. സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിലെ മരങ്ങൾ സ്കൂൾ കെട്ടിടത്തിലേക്ക് വീഴാൻ കിടക്കുന്നതും, തെരുവ് നായ ശല്യവും, റോഡിൽ നിന്ന് സ്കൂളിലേക്ക് മഴവെള്ളം ഒഴുകുന്നതും അധ്യാപകർ യോഗത്തിൽ പറഞ്ഞു. മട്ടന്നൂർ ഗവൺമെന്റ് UP സ്കൂളിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ ചെയർമാൻ N. ഷാജിദ് അധ്യക്ഷത വഹിച്ചു. നിങ്ങളെ കെട്ടിടത്തിൻ്റെ ഫിറ്റ്നസ് തന്നെയാണ് നോക്കേണ്ടത്. നമ്മുടെ നഗരസഭയിലെ എല്ലാ വിദ്യാലയങ്ങളുടെയും ഫിറ്റ്നസ് പുതുക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മുടെ എഞ്ചിനീയർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഓരോ ഘട്ടത്തിലും ചില നിർബന്ധത്തിൻ്റെ ഭാഗമായി പുതുക്കി കൊടുക്കലുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് പുതുക്കി തരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന് കാണുമ്പോൾ എഞ്ചിനീയറോട് സംസാരിച്ച് ഓവർസിയറുടെ അനുകൂല റിപ്പോർട്ടാക്കിയാണ് കൊടുക്കാറ്. അപ്പോൾ അത് നമുക്കിനിപ്പോൾ ഒരു 10-16 ദിവസമുണ്ട്. അത്യാവശ്യമുള്ള മെയിൻ്റനൻസ് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ കൃത്യമായി അത് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനം നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കണം. അതിന് മാനേജ്മെൻറ്റിൻ്റെ PTA സഹായം ആവശ്യമുണ്ടെങ്കിൽ അക്കാര്യത്തെക്കുറിച്ച് കൂടി നമുക്ക് തീരുമാനമെടുത്ത് പോകാൻ സാധിക്കണം. മറ്റൊന്ന് കുടിവെള്ളവുമായി ബന്ധപ്പെട്ടതാണ്. കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങൾ പല സ്ഥലത്തും. ഇപ്പോൾ കേരളത്തിലെ ഭൂരിഭാഗം കിണറിലും ഈ കോളിയുടെ അംശത്തെക്കുറിച്ചാണ് ഹെൽത്ത് വിഭാഗം പറയുന്നത്. നമുക്ക് കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളാണ്. അവിടെ ഉപയോഗിക്കുന്ന വെള്ളം ടെസ്റ്റ് ചെയ്താൽ മാത്രം പോലെ. കഴിഞ്ഞ ദിവസം ഒരു സ്ഥാപനത്തിലെ വെള്ളത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആ വെള്ളത്തിന് രൂക്ഷമായ ദുർഗന്ധം അനുഭവപ്പെടുന്ന സാഹചര്യം. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK സുഗതൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. മജീദ്, നഗരസഭാ സെക്രട്ടറി PN അനീഷ്, ക്ലീൻ സിറ്റി മാനേജർ സനൽകുമാർ, കൃഷ്ണകുമാർ കണ്ണോത്ത്, CH മോഹൻദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ.